അവധി ആഘോഷിക്കാൻ വിദേശത്തേക്ക് പോയ ഇന്ത്യൻ സഞ്ചാരികളെ കാത്തിരുന്നത് വൻ ദുരന്തം. വിയറ്റ്നാമിലെ പ്രശസ്തമായ ഫൂക്കോക്ക് ദ്വീപിന് സമീപം വിനോദസഞ്ചാരികളുമായി പോയ ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരണപ്പെട്ടതായാണ് ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഹോൻ മെയ് റൂട്ട് ഹെൻഗോയ് ദ്വീപിൽ നിന്നും യാത്ര തിരിച്ച് ആന്തോയ് തുറമുഖത്തേക്ക് പോവുകയായിരുന്ന ബോട്ടിനാണ് ദാരുണമായ അപകടം സംഭവിച്ചത്. ആകെ 32 യാത്രക്കാരാണ് ഈ അപകട സമയത്ത് ബോട്ടിലുണ്ടായിരുന്നതിൽ മരിച്ച 15 പേരിൽ 10 പേർ തമിഴ്നാട് സ്വദേശികളും 3 പേർ ആന്ധ്ര സ്വദേശികളുമാണ്. കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളാണ് മരണപ്പെട്ട 2 മലയാളികൾ. കൊട്ടാരക്കര ആവിയോട്ട് ഹൗസിൽ AC തോമസ് എന്ന AB തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരാണ് വിയറ്റ്നാമിലെ കടൽച്ചൂഴിൽപ്പെട്ട് ജീവൻ വെടിഞ്ഞത്. വിക്ടറി ഗ്രൂപ്പിന്റെ ഉടമയായ തോമസും ഭാര്യയും 3 ദിവസങ്ങൾക്ക് മുൻപാണ് വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പുറപ്പെട്ടത്. സന്തോഷത്തോടെ തുടങ്ങിയ യാത്ര മിനിറ്റുകൾക്കകം ഇരുവരുടെയും ജീവനെടുത്ത ദുരന്തമായി മാറുകയായിരുന്നു. ദുരന്തത്തിൽ മരിച്ച മറ്റ് ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള സെന്തിൽ കുമാർ, ജയവേൽ, മുരുകപ്രഭു, അറുമുഖം, ശ്രീധർ, സുന്ദരരാജൻ, ഷെയ്ഖ് അബ്ദുള്ള അബ്ദുൽ മജീദ്, ബാലാജി നടേശൻ, വിനയകുമാർ, ചിറ്റാപുരം ഭാസ്കര, രവിശങ്കർ സുകുമാരൻ, സന്തോഷ് കുമാർ, ശാന്തിലാൽ ജെയിൻ, ബാബു കുപ്പുസ്വാമി, അളകുരാജൻ ശിവസ്വാമി എന്നിവരും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള നല്ലപ്പേട്ട രവിതേജ, ആദിശേഷയ്യ, ശ്രീധർ മുടിയം, ജയലക്ഷ്മി ഗല്ലി എന്നിവരാണ് മരണപ്പെട്ട മറ്റിന്ത്യക്കാർ. കടൽ പെട്ടെന്ന് പ്രക്ഷുബ്ധമായതും ഒപ്പം വീശിയടിച്ച ശക്തമായ കാറ്റുമാണ് ബോട്ട് മറിയാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഫനോയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നു. അപകടം നടന്ന ഉടൻ തന്നെ വിയറ്റ്നാം അധികൃതർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ബാക്കിയുള്ള യാത്രക്കാർക്കായി കടലിൽ തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തുകയും ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അറിയിക്കുകയും ചെയ്തു. വിയറ്റ്നാം അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും നൽകുന്നുണ്ടെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. മരിച്ച മലയാളികളുടെ ഭൗതിക ശരീരങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ഇടപെടലുകൾ കൊടിക്കുന്നിൽ സുരേഷ് MP ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിക്കുകയും കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനായി എംബസി വേഗതയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അംബാസിഡർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കേരള സർക്കാരും അടിയന്തരമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. നോക്ക സിഇഒയുടെ വിയറ്റ്നാം എംബസിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസും വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം തുടരുന്നുണ്ട്. തുടർ പ്രവർത്തനങ്ങളുടെ സുഗമമായ ഏകോപനത്തിനായി കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണറെയും പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദുരിതബാധിതരായ ആളുകളെ സഹായിക്കുന്നതിനായി ഹോച്ചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിലും ഫിനോയിലെ എംബസിയിലുമായി പ്രത്യേക ഇന്ത്യൻ മിഷൻ കൺട്രോൾ റൂമുകൾ നിലവിൽ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ജീവിതത്തിലെ മനോഹരമായൊരു വെക്കേഷൻ ആഘോഷിക്കാൻ പോയ ആളുകളാണ് മലയാളികളായ ദമ്പതികൾ ഉൾപ്പെടെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വിയറ്റ്നാമിൽ ദാരുണമായ അപകടത്തിൽ നിരവധി ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു.